വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ASMന്റെ സ്റ്റഡി പ്ലാനിൽ ഡേ 25 ആൻഡ് 26 ആണ് അല്ലേ. ഡേ 25ലും 26ലും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം ഡേ 25ൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ആദ്യം തന്നെ ബയോളജിയാണ് നമ്മൾ നോക്കുന്നത്. ബയോളജിയിൽ SCRT ലെസൺസ് ആണ്. ഓക്കെ, ഏതൊക്കെ SCRT ലെസൺസാണ്? 10th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ സമസ്ഥിതിക്കുള്ള രാസസന്ദേശം, അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എക്സാമിൽ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ വിട്ടു പോവാതെ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെ സാഹിത്യം എന്ന ഏരിയയിൽ നിന്ന് എഴുത്തുകാർ തൂലികാ നാമങ്ങൾ, എഴുത്തുകാർ അവരുടെ തൂലികാ നാമങ്ങൾ എന്ന ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം. ഈ ഭാഗത്തും ചോദ്യങ്ങൾ വരുന്ന അറിയാലോ. ഏത് എക്സാമിനും സ്ത്രീകളുമായിട്ടും അല്ലെങ്കിൽ കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 വർഗ്ഗക്കാരാണെന്ന് അല്ലേ. അപ്പോൾ അവരെ സംബന്ധിക്കുന്ന അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരാമേ. കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ ജൂൺ 2025 നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോൾ നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഡേറ്റും അത് നടന്ന സ്ഥലം എവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം, കുറച്ചായി എങ്കിൽ പോലും ഈ ഭാഗത്തെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. പുതിയ പാർലമെൻറ്റ് മന്ദിരം, അവിടെ അവതരിപ്പിച്ച ആദ്യത്തെ നാരി ശക്തി വന്ദന അധിനിയം എന്ന ബില്ല്, അതെല്ലാം പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ റിവിഷനുണ്ട്. റിവിഷൻ ഏതാണ്? ഡേ 13 കാര്യങ്ങളാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. ഡേ 13 എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ? വക്കം മൗലവിയെക്കുറിച്ച്, വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ. അതുകൂടാതെ 1857 വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. 10th സ്റ്റാൻഡേർഡിൽ ഒരു ലെസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു, സമരവും സ്വാതന്ത്ര്യവും, അത് പഠിക്കണം. പിന്നെ ടെൻസ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കിയത് നവംബർ 2024 മാർച്ച് ഏപ്രിൽ 2025. അത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവൈസ് ചെയ്തിരുന്നത് ഡേ 13. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 25 ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഡേ 26ലേക്ക് വരാം അല്ലേ. ഡേ 26ലേക്ക് വരുമ്പോൾ നമ്മൾ കേരള ജോഗ്രഫി എന്ന ഏരിയ ആണ് നോക്കുന്നത്. കേരള ജോഗ്രഫിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഗതാഗതമുണ്ട്. അതിൽ തന്നെ കൂടുതലായിട്ടും ചോദിക്കുന്നത് ജലഗതാഗതമാണ്. അപ്പോൾ ഈ ജലഗതാഗതം എന്ന ഏരിയ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളും നദികളും, ആ 3 ടോപ്പിക്കും കേരള ജോഗ്രഫിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൂടാതെ തന്നെ കേരള ജോഗ്രഫി കവറായി പോകുന്ന ഒരു 2-3 ലെസൺസ് ഉണ്ട്. ക്ലാസ് 5ലെ ലെസണാണ് 10th ലെസൺ, കേരളക്കരയിൽ എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂ SCRTയിൽ വരണമുണ്ട് കേട്ടോ. ക്ലാസ് 5ൽ 8th ലെസണാണ് നാടറിയാം എന്ന് പറഞ്ഞിട്ട്. ഈ 2 ചാപ്റ്ററിലും ഏകദേശം ഒരേ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഏത് ബുക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. രണ്ടിലും ഒരേ കണ്ടൻ്റൊക്കെ തന്നെയാണ്. അതുകൂടാതെ തന്നെ ക്ലാസ് 6ൽ ഒരു ലെസൺ ഉണ്ട്, 3rd ലെസൺ, കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഈ ഒരു 2 SCRT ലെസൺസ് ആണ് നമുക്ക് കേരള ജോഗ്രഫിയായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇത് കൂടാതെയാണ് നിങ്ങൾ ജലഗതാഗതം, വന്യജീവി സങ്കേതങ്ങൾ, നദികൾ എന്നീ ഏരിയ കൂടി നോക്കേണ്ടത് കേട്ടോ. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്, SCRT ലെസൺ ആണ്, ഓൾഡ് SCRT ആണ്. 10th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഈ ഒരു ചാപ്റ്റർ കൂടി നിങ്ങൾ പഠിക്കണം. ഇനി മാത്സും മലയാളവും നമ്മൾ MEM സീരീസാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലും നമ്മൾ MEM സീരീസ് തുടങ്ങി, അതോടൊപ്പം മാത്സും മലയാളവും എല്ലാം ഇനി അങ്ങോട്ട് എക്സാം വരെ നമ്മൾ MEM സീരീസാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് MEM സീരീസ് എന്താണെന്ന് അറിയില്ലെങ്കിലൊന്ന് ഓർമ്മപ്പെടുത്താം. പ്രയാണം ഇന്നലകളിലൂടെ എന്നൊരു ടെലഗ്രാം ചാനലുണ്ട്. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ടെലഗ്രാം ചാനലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, പരമാവധി യൂട്ടിലൈസ് ചെയ്യാം നമുക്ക്. അതിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫയൽസിൽ പോയി നോക്കുമ്പോൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. MEM സീരീസ് 2.0 എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ് കേട്ടോ. അതായത് 2023 മുതൽ ഇങ്ങോട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്കാണ് ഇത്. ഇനി ഡേ 26ൽ നമ്മൾ റിവിഷന് പോകേണ്ടത് ഡേ 14ലെ കാര്യങ്ങളാണ്. അതായത് INC, സ്വദേശി പ്രസ്ഥാനം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നൊരു SCRT ലെസൺ പഠിച്ചു. വിവരാവകാശ നിയമം, പിന്നെ മാത്സിലാണെങ്കിൽ ഭിന്നസംഖ്യകൾ, വചനം പഠിച്ചായിരുന്നു മലയാളത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത്. സമയം നമ്മൾ കണ്ടെത്തണം, ഓടിച്ചിട്ട് വേണം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. അപ്പോൾ സമയമൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡേ 25ലും 26ലും ആയിട്ട്
പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തുടർന്നും വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്സും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഓൾ.